യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ മുന്നിൽ 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അമേരിക്ക. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആയാണ് ട്രംപ് ഭരണകൂടം ഈ നിർദ്ദേശങ്ങളെ കാണുന്നത്. ഇറാന്റെ ആണവ പദ്ധതിക്കുമേൽ കർശന നിയന്ത്രണം, ഹോർമൂസ് അന്താരാഷ്ട്ര ഗതാഗതത്തിനായി തുറന്നുകൊടുക്കൽ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. പാകിസ്ഥാൻ വഴിയാണ് ഈ രഹസ്യ പ്ലാൻ ടെഹ്റാനിൽ എത്തിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും ചേർന്നാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്. 4 ആഴ്ച പിന്നിട്ട് യുദ്ധത്തിന് വിരാമമിടാൻ തയ്യാറാക്കിയ കരാറിലെ പ്രധാന വ്യവസ്ഥ ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കുക എന്നതാണ്. നദാൻസ്, ഫോഡോ തുടങ്ങിയ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ ഇറാൻ അടച്ചുപൂട്ടണം. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുകയും കൈവശമുള്ള ശേഖരം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് കൈമാറണമെന്നും നിർദ്ദേശത്തിലുണ്ട്. കൂടാതെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന സൈനിക സഹായം പിൻവലിക്കണം എന്നും US ആവശ്യപ്പെടുന്നു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് എല്ലാ രാജ്യങ്ങൾക്കുമായി തുറന്നു കൊടുക്കണമെന്നതും ഇതിലെ പ്രധാന വ്യവസ്ഥയാണ്. ഈ നിബന്ധനകൾ അംഗീകരിക്കുകയാണെങ്കിൽ ഇറാനെതിരായ എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും നീക്കം ചെയ്യാമെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള ആണവ ഊർജ്ജ പദ്ധതികൾക്ക് അമേരിക്ക സഹായം നൽകുമെന്നുമാണ് ട്രംപിന്റെ വാഗ്ദാനം. ചർച്ചകൾക്കായി 1 മാസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ അമേരിക്ക തയ്യാറായേക്കും. ഈ 30 ദിവസത്തിനുള്ളിൽ ഇസ്രായേലും ഇറാനും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. ഇതിനിടയിൽ സമാധാന ഉടമ്പടിയിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ കരാറിനോട് ഇറാൻ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഗൾഫ് മേഖലയിലുള്ള എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും പൂർണ്ണമായി അടച്ചുപൂട്ടുക എന്ന കർശന നിബന്ധനയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹോർമൂസിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് നൽകണമെന്നും അവിടെ നിന്നുള്ള ട്രാൻസിറ്റ് ഫീസ് ഈടാക്കാൻ അനുമതി വേണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇരുവിഭാഗവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ തുടരുന്നത് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ പ്രായോഗികമാകുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്.